വിക്രാന്ത് മാസി, ഷനയ കപൂർ എന്നിവർ ലീഡ് റോൾ ചെയ്തിട്ടുള്ള ഒരു റൊമാൻറ്റിക് പടമാണ് ആങ്കോങ് കി ഗുസ്താഖിയാൻ. എനിക്ക് വിക്രാന്ത് മാസിനെ ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ. അതുകൊണ്ടാണ് ഈ സിനിമ ഞാൻ കാണാൻ വേണ്ടി സെലക്ട് ചെയ്ത് OTT റിലീസായി എത്തിയതിന് ശേഷം. അങ്ങനെ ഒരു ട്രെയിൻ യാത്രയാണ് സിനിമയുടെ തുടക്കം. അതിൽ നായകനും നായികയും കണ്ടുമുട്ടുന്നു ഒരേ സീറ്റിൽ. അപ്പോൾ നായിക ബ്ലൈൻഡ് ഫോൾഡ് ധരിച്ചിട്ടുണ്ട്, ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓഡീഷന് മുമ്പ് തന്നെ സ്വയം പ്രിപ്പയർ ആകാൻ വേണ്ടി ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിട്ട് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഹെൽപ്പിന് വേണ്ടി മാനേജറിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ആള് പോകുന്നുണ്ട്. അപ്പോൾ സഹായം അഭ്യർത്ഥിക്കുകയാണ് നായകനോട്. നായകൻ ഒരു ബ്ലൈൻഡ് ആണ്, അത് നായിക അറിയുന്നില്ല. പക്ഷെ നായികയോടൊട്ട് ഇടപഴകാനായിട്ട് നായകൻ ഒപ്പം കൂടുകയാണ്. മുസോരിയിലേക്ക് പോകുന്നു, അവർ ഒരുമിച്ച് തങ്ങുന്നു, അവരുടെ കുറച്ച് കാലങ്ങൾ അവരുടെ ഇഷ്ടത്തിലാകുന്നു. പക്ഷെ നായകൻ അപ്പോഴും തുറന്ന് പറയാൻ ഒരു സമ്മതം കാണിക്കുന്നില്ല, താൻ ഒരു ബ്ലൈൻഡ് ആണെന്നുള്ളത്. അങ്ങനെ ഈ സിനിമയുടെ കഥ പുള്ളി നായിക അറിഞ്ഞതിന് ശേഷം എന്തായിരിക്കും അവരുടെ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ആക്ച്വലി ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നി ഇവർ രണ്ടുപേരുടെ കോമ്പിനേഷൻസും ഒരു നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന, വേണമെങ്കിൽ ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ല രീതിയിൽ കൊണ്ടുപോയെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് പോയപ്പോൾ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യിപ്പിച്ചു. കാരണം നമുക്കറിയാം ഇനി സിനിമയുടെ അവസാനം എന്തായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ആയതിന് ശേഷം പിന്നെയും ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഡൗൺ ആയി തോന്നും. അങ്ങനെ ഒരു ഡൗൺ ആയിപ്പോയി. എന്താ പറയുക, പിന്നെ വിക്രാന്ത് മാസി നന്നായിരുന്നു. ഷനയ കപൂർ രണ്ടുപേരുടെ കോമ്പിനേഷൻ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. പാട്ടുകൾ അത്യാവശ്യം കൊള്ളാവുന്ന പാട്ടുകളായിരുന്നു. ഒരു മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. നായകൻ മ്യൂസീഷ്യനായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. മ്യൂസീഷ്യൻ മീൻസ് റൈറ്ററാണ്, പോയട്രി റൈറ്ററാണ്, നല്ലൊരു പാട്ടുകാരനാണ്. അപ്പോൾ ഒരു റൊമാൻറ്റിക് സിനിമകൾ കണ്ട് ശീലിച്ച എല്ലാതരം ക്രിഞ്ചും ഈ സിനിമയിലുടനീളം കാണാൻ പറ്റും. സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് നമുക്ക് കണ്ട് ശീലിച്ച കുറേ സീനുകൾ ഇതിലുണ്ടാകും. അപ്പോൾ ഒരു നല്ലൊരു ട്രാക്കിൽ പിടിക്കാവുന്ന ഒരു സാധനത്തിനെ വലിച്ചു നീട്ടി ഒരു ശരാശരി താഴെയായിട്ടുള്ളൊരു സിനിമയാക്കി മാറ്റി. എനിക്ക് വിക്രാന്ത് മാസിൻ്റെ ഏറ്റവും ഡൗൺ ആയിട്ടുള്ള സിനിമ ഇതായിരിക്കും. ഇതൊരു ചെറിയൊരു പടം, ആങ്കോങ് കി ഗുസ്താഖിയാൻ. അപ്പോൾ ചുമ്മാ ടൈം പാസിന് വേണമെങ്കിൽ കാണാൻ പറ്റുന്നൊരു സിനിമയാണ് ഈ സിനിമ. എനിക്ക് ഇതൊരു ശരാശരിയിൽ താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ടേ തോന്നിയുള്ളൂ. ഒരു ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കണ്ടിരിക്കാവുന്നതും സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗും ഉണ്ട്. പിന്നെ അവസാനം ക്ലൈമാക്സ് ഒക്കെ നമുക്ക് അറിയുന്ന പോലെ തന്നെ എങ്ങനെയും ശുഭപര്യാവസ്ഥയായിട്ട് അവസാനിക്കുന്നു. അങ്ങനെ സ്ഥിരം സാധനം തന്നെയാണ് ഈ സിനിമയിലുള്ളത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ